അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മറുപടി കൊടുക്കാം. ഷോയ, ഒരു പ്രധാനപ്പെട്ട കാര്യം, മണിപ്പൂർ അടക്കം കത്തിയപ്പോൾ രമ്യ ഹരിദാസ് ആർക്ക് വേണ്ടി ശബ്ദിച്ചു? പാർലമെന്റിൽ ശബ്ദിച്ചോ വടക്കാഞ്ചേരിയിൽ ശബ്ദിച്ചോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ദേശീയ വിഷയങ്ങളിൽ രമ്യ ഹരിദാസിന്റെ പ്രകടനം മോശമാണെന്നൊരു വിഭാഗം പറയുന്നു. ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അദ്ദേഹം ജോമോൻ പറഞ്ഞത് സംഘപരിവാറിന്റെ സഖ്യക്കുട്ടികൾ പടച്ചുവിടുന്ന യൂട്യൂബ് വീഡിയോ കണ്ടിട്ടല്ല ഒരാളുടെ പാർലമെന്ററി പെർഫോമൻസ് അളക്കേണ്ടത്. അത് കൃത്യമായി പാർലമെന്റിന്റെ രേഖകൾ, അത് പാർലമെന്റിന്റെ TV ചാനൽ ഉൾപ്പെടെയുള്ളതിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞ അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ തെളിയിക്ക്. രമ്യ ഹരിദാസ് ഈ പറഞ്ഞ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല, പാർലമെന്റിൽ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എങ്കിൽ ഞാൻ എന്റെ പാർട്ടി പദവി രാജിവെച്ച് നിങ്ങൾ പറയുന്നിടത്ത് വരാമെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയിൽ ചേരാൻ ഞാൻ തയ്യാറാണെന്ന് കൂടെ പറഞ്ഞു വെക്കുന്നു. പിന്നെ നിൽക്കട്ടെ മണിപ്പൂരിനെ പറ്റി വാചാലരാകുന്ന വാളയാറിനെ പറ്റി ഒരു അക്ഷരം മിണ്ടണം. എന്താ മിണ്ടാത്തത്? അത് മിണ്ടില്ല. അവരതിനെപ്പറ്റി സംസാരിക്കാൻ അവർ തയ്യാറല്ല. മണിപ്പൂരും വാളയാറും താരതമ്യം ചെയ്യാൻ പറ്റുന്ന രണ്ട് കേസുകളാണോ? അതെന്തേ? മണിപ്പൂർ നടക്കുന്ന ഒരു വലിയ കലാപം, ഞാൻ പറഞ്ഞത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് രണ്ടും താരതമ്യം ചെയ്യാൻ കഴിയും? രണ്ടും സ്ത്രീ വിരുദ്ധമാണ്. ഒന്ന് നടക്കുന്നു, മറ്റത് CPM-ന്റെ നേതൃത്വത്തിൽ ഈ പറയുന്നത് പോലെ പ്രതികളെ രക്ഷിക്കാൻ. വാളയാറും മണിപ്പൂരും ഒരേപോലെ നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ കോൺഗ്രസ്? അത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സമീപനമാണ്. സ്ത്രീ വിരുദ്ധം മാത്രമല്ലല്ലോ, അവിടെ ഒരു വിഭാഗം മുഴുവൻ വംശഹത്യ നേരിടുകയല്ലേ മണിപ്പൂരിൽ. കുറെ കൂടെ ലാർജ് സ്കെയിലാണ്. അപ്പൊ അതാണ് താരതമ്യം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. ലാർജ് സ്കെയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ആരാണത് ചോദിക്കുന്നത്? പാലക്കാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് അത് ചോദിക്കുമ്പോ നമുക്കറിയാം. രമ്യ ഹരിദാസ് മണിപ്പൂരിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? തീർച്ചയായും എല്ലാ വിഷയങ്ങളിലും, ന്യൂനപക്ഷ വിഷയങ്ങളിലും വളരെ കൃത്യമായി തെളിയിക്ക്. നിങ്ങളില്ല എന്ന് തെളിയിക്ക്. നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ എന്ന് മാത്രം തെളിയിക്കാൻ പറ്റും. ന്യൂനപക്ഷ നില ഇല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ മാത്രമേ തെളിയിക്കാൻ പറ്റൂ. ഇനി മറുപടി പറയേണ്ടതുണ്ട്. 2 കോടി തൊഴിലിനെ പറ്റി പറഞ്ഞു, അതിന് മറുപടിയുണ്ട്. കേരള PSC ഉൾപ്പെടെയുള്ള CPO റാങ്ക് ലിസ്റ്റിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് എത്രത്തോളം ജനവിരുദ്ധമായിട്ടുള്ള ഉദ്യോഗാർത്ഥി CPO റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾ നടത്തുന്ന സമരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 9,000 കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ പെട്ട് പുറത്തുപോയി. അവർ നടത്തുന്ന സമരം നമ്മൾ കാണുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ യുവജന പ്രസ്ഥാനക്കാരല്ലേ, DYFI-ക്കാരെ ഓർത്ത് എനിക്ക് സങ്കടമാണ് സത്യം പറഞ്ഞ. കാരണം എപ്പോഴാണ് തള്ളി പറയാന്ന് അറിയാൻ പറ്റില്ല. ഗോവിന്ദ മാഷ് പറഞ്ഞതേ നിങ്ങള് പോഷക സംഘടനയല്ല എന്നാ പറഞ്ഞത്. സഹോദരങ്ങളെ, നിങ്ങളുടെ സങ്കടം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ വിഷമിക്കരുത്. സംഘടനയല്ല, പോഷക പറഞ്ഞ ആളുകളാണ്. പോഷക സംഘടനയല്ല, നിങ്ങൾ വിഷമിക്കണ്ട. CPIM-ന്റെ പോഷക സംഘടനയല്ല. അത് ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സത്യം തന്നെയാണ്. പിന്നെ എനിക്ക് ഇവരോട് കാര്യം ചോദിക്കാനുള്ളത്, ബോംബുണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുന്ന നിർമ്മാണ തൊഴിലാളികളാണ് എന്നാണ് ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചത്. ഏർപ്പെടുത്തിയ സംഘമാണെന്നാണ് ഗോവിന്ദ മാഷ്. കോൺഗ്രസും BJP-യും ഈ വടക്കഞ്ചേരി പട്ടണത്തിൽ നിന്ന് കുറെ നേരമായി ബോംബിനെ കുറിച്ചും അക്കാമ രാഷ്ട്രീയത്തെ കുറിച്ചും വർത്തമാനം പറയുന്നുണ്ട്. ഞാൻ വരുന്നത് കണ്ണമ്പ്രയിൽ നിന്നാണ്. കണ്ണമ്പ്രയിൽ 3 രക്തസാക്ഷികളുണ്ട് CPIM-ന്. ഒന്ന് രവിയേട്ടൻ, ഒന്ന് മണിയേട്ടൻ, സഖാവ് KR വിജയേട്ടൻ. അതിൽ മണിയേട്ടനെ കൊലപ്പെടുത്തിയത് ജനസംഘമാണ്. സഖാവ് രവിയേട്ടനെ 93-ൽ കൊലപ്പെടുത്തിയത് നിങ്ങളുടെ കോൺഗ്രസ്സാണ്. സഖാവ് KR വിജയൻ 2016 കൊലപ്പെടുത്തിയത് ആരാ? BJP-യാണ്, RSS ആണ്. അതുകൊണ്ട് വേർതിരിച്ച് പറയാൻ പറ്റുന്ന പേര്. ഈ ബോംബ് പാനൂരിലെ ബോംബിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കണം. അത് ബോംബ് പൊട്ടിച്ചത് അല്ലെങ്കിൽ അതിൽ ഏർപ്പെട്ടിട്ടുള്ളത് CPM, രക്ഷാപ്രവർത്തനം നടത്തിയത് CPM, ആശുപത്രി CPM, മുഴുവൻ CPM. മറുപടി പറയാൻ സൗകര്യമില്ല. CPM-ന്റെ ബോംബ് കേസിൽ മറുപടി പറയാൻ സൗകര്യമില്ല. CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഭാവി അടക്കം നിങ്ങൾ ഇരുട്ടത്താക്കി എന്നാണ് പറഞ്ഞത്. അതാണ് വളരെ വിലപ്പെട്ട ചോദ്യം. എനിക്ക് പറയാനുള്ള ഒരു ജനപ്രതിനിധിയാണ് ആ ചോദ്യം തന്നെ ചോദിച്ചത്. ഒരു സാമാന്യം നമ്മള് പത്രങ്ങളെങ്കിലും വായിക്കാൻ വേണ്ടി തയ്യാറാവണം പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്ന അഭിപ്രായമാണുള്ളത്. ഒരു പഞ്ചായത്ത് മെമ്പറാ ചോദിച്ചത്. കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തിലെ UPSC-യുടെ ആ മേഡത്തിനോടാണ്
ആ ചോദ്യം ചോദിച്ചവരോടാണ് പറയുന്നത്. സഹോദരന്റെ ക്ഷോഭം മനസ്സിലായി. ന്യൂസ് ലെറ്റർ വാർത്ത, അഖിലേന്ത്യാ തലത്തിലുള്ള UPSCയുടെ ന്യൂസ് ലെറ്റർ വാർത്ത എല്ലാ ദേശീയ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചാണ്. 2023 26 ഇന്ത്യ രാജ്യത്തിലെ 26 സംസ്ഥാനങ്ങളിൽ 6 മാസക്കാലമായി നടത്തിയ PSC നിയമനങ്ങളുടെ കണക്ക് എല്ലാ പത്രത്തിലും വന്നു. ആ പത്രമെങ്കിലും ഇവർ വായിക്കണ്ടേ? ആ കണക്കിൽ 19,646 നിയമനമാണ് ഇന്ത്യ രാജ്യത്താകെ ഗവൺമെന്റ് നടത്തിയത്. അതിൽ 15,146 PSC നിയമനവും നടത്തിയത് കേരളത്തിലാണ്. 80% സർക്കാർ ജോലിക്ക് നിയമനം കൊടുത്തത് ഇന്ത്യ രാജ്യത്ത് ഈ കേരളത്തിൽ മാത്രമാണ്. ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു നിയമനവും കൊടുത്തില്ല. ഒരു PSC ലിസ്റ്റുമില്ല. PSC പരീക്ഷ നടത്തുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ PSC അപേക്ഷ സ്വീകരിക്കുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ PSC പരീക്ഷ നടത്തുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ അഭ്യസ്തവിദ്യരായ കുട്ടികൾക്ക് സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ മറുപടിയിലേക്ക് വരാം.